ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ടോപ്പിക്ക് ടൈം ടേബിൾ, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം ടേബിൾ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം ടേബിൾ കൺസ്ട്രക്ഷൻ എന്നിവയാണ്. ആദ്യം തന്നെ നമുക്ക് ടൈം ടേബിൾ എന്താണെന്ന് നോക്കാം. ക്യാൻ യു ഇമാജിൻ എ സ്കൂൾ വിതൗട്ട് എ ടൈം ടേബിൾ? ഒരു ടൈം ടേബിൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ, അത് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. നമുക്കറിയാം, ടൈം ടേബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഒരു കൺഫ്യൂഷനിലായിരിക്കും. ഒന്നും ചെയ്യുന്നതിൽ ഒരു ഓർഡർ കാണില്ല, എല്ലാം ഡൗട്ട്, എല്ലാം ഒരു ഹാപ്പ് ഹസാഡ്, ഒരു മെസ്സി മാനറിലായിരിക്കും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ടൈം ടേബിളിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് എ സ്കൂൾ. നമുക്കറിയാം, ഒരു സ്കൂൾ ആവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കോമ്പണൻസ് അതിൻ്റെ കൃത്യമായ അളവിൽ ചേരണം. അങ്ങനെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ് ഒരു സ്കൂളിൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളും, എത്ര ചെറുതോ വലുതോ എന്ത് സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളായിക്കോട്ടെ, അതിലെല്ലാം തന്നെ ഒരു ടൈം ടേബിൾ കാണും. ടൈം ടേബിൾ ഇസ് എ ഫ്രെയിം വർക്ക് ടു റൺ ദ സ്കൂൾ പ്രോപ്പർലി. ഒരു സ്കൂള് കൃത്യമായി നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടുന്ന ഫ്രെയിം വർക്കാണ് ഒരു ടൈം ടേബിൾ. ആൻഡ് ഇറ്റ് ഈസ് എ റെഫറൻസ് ഡോക്യുമെന്റ് ഡെവലപ്ഡ് ബൈ പ്രൊഫഷണൽസ്. ചുമ്മാതിരുന്ന ഒരാൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല, ഒരുപാട് ഫാക്ടേഴ്സിനെ, ഒരുപാട് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ്, ടീച്ചേഴ്സ്, അവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ റെഫറൻസ് ഡോക്യുമെന്റ് ആയ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. It is a schedule of school activities tabulated on a periodic basis for working days. ഒരു സ്കൂളിൻ്റെ വർക്കിംഗ് ഡേയ്സിൽ ഇന്ന ആക്ടിവിറ്റീസ് ഇന്ന ടൈമിൽ ഇന്ന പീരീഡിൽ ഇന്ന ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നടക്കും. അങ്ങനെയുള്ള ഒരു സ്കെഡ്യൂളിനെയാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ആൻഡ് എ ടൈം ടേബിൾ depicts clearly how different school resources fit in together. നമ്മൾ ആദ്യം പറഞ്ഞു, ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഒരു ക്ലാസ് റൂമിന് അല്ലെങ്കിൽ ഒരു സ്കൂളിന്. ലേണേഴ്സ്, ടീച്ചേഴ്സ്, ക്ലാസ് റൂം ഫെസിലിറ്റീസ്, ടൈം അവൈലബിൾ, പിന്നെ ഡിഫറെൻറ്റ് സബ്ജക്ട്സ്, ഇതെല്ലാം കൂടെ എങ്ങനെയാണോ ഇതിനെ എല്ലാം കൂടി ഒരുമിച്ച് ഫിറ്റ് ഇൻ ടുഗെദർ, ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, അതിൻ്റെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ ക്ലിയർ ഡെപ്പിക്ഷൻ ആണ് ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. ആൻഡ് വി നോ ടൈം ടേബിൾ ഇസ് യൂഷ്വലി ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ഫോർമാറ്റ്. ഒരു ടാബുലാർ ഫോർമാറ്റിലാണ്. ഇറ്റ് ക്യാൻ ബി ഈതർ റിട്ടൺ ഓർ പ്രിന്റഡ്. റിട്ടൺ ആയാലും പ്രിന്റഡ് ആയാലും ഇറ്റ് വിൽ ബി ഇൻ എ ടാബുലാർ ഫോർമാറ്റ്. ആൻഡ് ടൈം ടേബിൾ ആണ് സ്കൂളിൻ്റെ ഡ്യൂറേഷനെ ഡിഫറെൻറ്റ് പീരീഡ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഓരോ പീരീഡിലും എന്ത് സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കേണ്ടതെന്നും ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് ടൈം ടേബിൾ ആണ്. So it specifies activities that are supposed to be carried out in a school on a particular day. ഒരു ദിവസം ഒരു സ്കൂളിൽ എന്തൊക്കെ പ്രോഗ്രാംസ് നടത്തണം, എപ്പോഴൊക്കെ നടത്തണം എന്നുള്ളതിൻ്റെ ഒരു സ്കെഡ്യൂളാണ് ടൈം ടേബിൾ. നൗ കോണ്ടൻസ് ഓഫ് എ ടൈം ടേബിൾ. ഒരു ടൈം ടേബിളിൻ്റെ ഉള്ളടക്കം. ഫസ്റ്റ് വൺ, ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ. ഒരു സ്കൂൾ വർക്കിംഗ് ഡേ എപ്പോൾ തുടങ്ങുന്നു, എപ്പോൾ അവസാനിക്കുന്നു, ആ സമയം ഉൾപ്പെടുത്തിയിരിക്കണം. അടുത്തത്, ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ഈച്ച് പീരിയഡ്. ഓരോ പീരിയഡും എപ്പോൾ തുടങ്ങുന്നു, എപ്പോൾ എൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ടൈം വേണം. ദെൻ സബ്ജക്ട്സ് ഓഫർ ഡ്യൂറിങ് ഈച്ച് പീരിയഡ്. ഓരോ പീരിയഡിലും ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, നെയിം ഓഫ് ദ ടീച്ചർ എൻഗേജിങ് ഈച്ച് സബ്ജക്ട്. ഏത് ടീച്ചറാണോ പഠിപ്പിക്കുന്നത് ആ ടീച്ചറിൻ്റെ നെയിം ഉണ്ടാവണം. ആൻഡ് നെയിം ഓഫ് ദി ടീച്ചർ ഇൻ ചാർജ് ഓഫ് ഈച്ച് ഡിവിഷൻ. ഓരോ ഡിവിഷൻ്റെയും ഇൻ ചാർജ് ആയിട്ടുള്ള ടീച്ചറിൻ്റെ പേരുണ്ടാവണം. പിന്നെ നമുക്കറിയാം, ടൈം ടേബിളിൽ ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക്, അങ്ങനെ അതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. സോ ദീസ് ആർ ദ കോണ്ടൻസ് ഓഫ് എ ടൈം ടേബിൾ. അടുത്തത്, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം ടേബിൾ. നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് ടൈം ടേബിൾ ഇമ്പോർട്ടൻ്റ് ഒരു സ്കൂളിന് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്. എങ്ങനെയാണോ ടൈം മാനേജ്മെൻറ്റ് ഓരോ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്, അതുപോലെയാണ് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. So first one is, timetable ensures that all subjects are studied equally. നമുക്ക് അറിയുന്നതാണ്, ഒരു കരിക്കുലം എന്ന് പറയുമ്പോഴത്തേന് അതിൽ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടായിരിക്കും. എല്ലാ കുട്ടികൾക്കും ഇതിലെ എല്ലാ സബ്ജക്ട്സും പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. സം സബ്ജക്ട്സ് ദേ ലവ് ടു ലേൺ ആൻഡ് സം ദേ ഡോണ്ട് ലൈക്ക് ടു. അപ്പോൾ സ്കൂളിൻ്റെ ടൈം ടേബിളിൻ്റെ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവിടെയാണ്. It should ensure that all the subjects get equal amount of time so that സ്റ്റുഡൻസ് ക്യാൻ ലേൺ ഇഫക്റ്റീവ്ലി. കുട്ടികൾക്ക് ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും എന്നോ, എല്ലാ സബ്ജക്റ്റും ഒരേപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നോ ഉറപ്പുവരുത്തുന്നത് ടൈം ടേബിൾ കൊണ്ടാണ്. സെക്കൻഡ് വൺ, ഇറ്റ് മേക്സ് ലെസൺ പ്ലാനിങ് ആൻഡ് ഡെലിവറി ഈസി.
ഇപ്പം നമുക്കറിയാം ഒരു ഫിക്സ്ഡ് ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ പറ്റി അവെയർ ആയിരിക്കും. അപ്പോൾ തന്നെ അവർക്ക് ഇഫക്റ്റീവായിട്ട് ലെസൺസ് പ്ലാൻ ചെയ്യാനും അത് പഠിപ്പിക്കാനും വേണ്ടിയിട്ട് സാധിക്കും. സ്കൂളിൽ നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മൺഡേ ഇംഗ്ലീഷ് ഇപ്പോൾ 4th പീരീഡ് ആണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വരെ അത് 4th പീരീഡ് ആയിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിന് തന്നെ അവർക്ക് 4th പീരീഡ് എനിക്ക് ക്ലാസ് ഉണ്ട്, സോ ഐ ഹാവ് ടു ബി റെഡി ബൈ ദെൻ എന്നുള്ളൊരു ഒരു റെസ്പോൺസിബിലിറ്റി വന്ന് അവർക്ക് ലെസൺ പ്ലാനിങ് നല്ല എന്താ പറയുക ഇഫക്റ്റീവായിട്ട് നടത്താനും അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് സഹായിക്കും. So, timetable is important in lesson planning and delivery. Third one is optimization of time. ടൈമിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള യൂസേജ് അല്ലെ എൻഹാൻസ്മെന്റ് ഓഫ് ടൈം, അതാണ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറൈറ്റി ഈസ് എ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് വെറൈറ്റി ഈസ് എ സ്പൈസ് ഓഫ് ടൈം ടേബിൾ ഓൾസോ. കുട്ടികൾക്ക് ബോറടിക്കാത്ത രീതിയിൽ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് പഠിപ്പിക്കുക. ഇപ്പോൾ ഫസ്റ്റ് പീരീഡും ബയോളജി, സെക്കൻഡ് പീരീഡും ബയോളജി എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര മൊണോട്ടണസ് ആയിപ്പോൾ. സോ ഇപ്പോൾ ഫസ്റ്റ് പീരീഡ് ബയോളജി, ദെൻ ഇംഗ്ലീഷ്, അത് കഴിഞ്ഞിട്ട് മാത്തമാറ്റിക്സ്, അങ്ങനെ പറയുമ്പോൾ ഒരു വെറൈറ്റി ആണ്. സോ കുട്ടികളെ ബോറടിപ്പിക്കാതെ ഡിഫറെൻറ്റ് സബ്ജക്ട്സിലേക്ക് അവരെ ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് ഒരുപാട് നേരം ലേണിംഗ് ആയി കഴിയുമ്പോഴത്തേനും ദേ വിൽ ബി പ്രൊവൈഡഡ് എ ബ്രേക്ക്. അതും കഴിഞ്ഞ് 2 പീരീഡും കൂടി കഴിയുമ്പോഴത്തേന് ദർ വിൽ ബി എ ലഞ്ച് ബ്രേക്ക്. ലഞ്ച് ബ്രേക്ക് ഹെൽപ്സ് ചിൽഡ്രൻ ടു റീഫ്യൂവൽ ദംസെൽസ്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് എനർജൈസ് ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കും ലഞ്ച് ടൈമിൽ. പിന്നെ നമുക്കറിയാം ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PT പീരിയഡ്, ഡ്രിൽ പീരിയഡ് ഒക്കെ ഉണ്ട്. ദെൻ അതൊരു വീക്ക്ലി ബേസിലായിരിക്കും, ഒരാഴ്ചയിൽ ഇത്ര ക്ലാസ് എന്നുള്ള രീതിയിൽ. പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന മ്യൂസിക് പീരിയഡ്, ഡാൻസ് പീരിയഡ്, അതെല്ലാം ഉണ്ടായിരിക്കും. സോ കുട്ടികൾക്ക് ഇഫക്റ്റീവ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും കരിക്കുലം സെറ്റ് ചെയ്യുന്നത്. അവരുടെ ടൈം ഒന്നും വേസ്റ്റ് ആവാതെ ടൈമിന്റെ ഒപ്റ്റിമൽ യൂസ്, അതാണ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ടൈം എന്നുള്ളൊരു ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ടൈം ടേബിൾ മെയിൻറ്റെയിൻസ് ഓർഡർ ഇൻ ദ സ്കൂൾ. സ്കൂളിന്റെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യും. ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരു സമയത്ത് എന്നല്ലേ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ടീച്ചേഴ്സിന്റെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അടുത്ത പീരീഡ് എന്തുവാന്ന് അറിയാതിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, ഇത് എന്താണ്, ഇനി അടുത്ത എന്തായിരിക്കും എന്ന് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ടീച്ചറും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പം ടൈം ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പീരീഡ് എനിക്ക് ടീച്ചറിന് അവെയർ ആയിരിക്കും, അടുത്ത പീരീഡ് എനിക്ക് ഇന്ന ക്ലാസ്സിലാണ് പോകേണ്ടതെന്ന് ടീച്ചറും വെൽ പ്ലാൻഡ് ആയിരിക്കും. കുട്ടിയും അതുപോലെ തന്നെ ഒരു പ്രിപ്പറേഷൻ കുട്ടിയിൽ തന്നെ നടക്കും. ദാറ്റ് അടുത്ത പീരീഡ് എനിക്ക് ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു ക്ലാരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ടൈം ടേബിൾ ആണ്. സോ ഇറ്റ് മെയിൻറ്റെയിൻസ് ഓർഡർ ഇൻ ദ സ്കൂൾ. ലാസ്റ്റ് വൺ ഇസ് ഇറ്റ് സേവ്സ് ടൈം ആൻഡ് എനർജി. ഇത് ടീച്ചേഴ്സിൻ്റെയും ടൈമും എനർജിയും സേവ് ചെയ്യും, കുട്ടികളുടെയും സേവ് ചെയ്യും. ടീച്ചറിന് അറിയാം അടുത്ത പീരീഡ് എൻ്റെ ഇതാണെന്ന്, ഷീ ഈസ് ക്ലിയർ അബൌട്ട് ദാറ്റ്. സോ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പോവാം. അപ്പോൾ തന്നെ കുട്ടികളുടെയും ടൈം വേസ്റ്റ് ആവുന്നില്ല. സോ ഇത്രയുമാണ് ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം ടേബിൾ. ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഇത് ബാധകമാണ്. ടീച്ചേഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേനും വർക്ക് ഷുഡ് ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതാണ് അവരോട് ചെയ്യുന്ന ജസ്റ്റിസ്. ഇപ്പോൾ ഒരു ടീച്ചറിന് ഒരു ദിവസം ഒരു 2 ക്ലാസ് മാത്രം എൻഗേജ് ചെയ്യുന്നു, മറ്റൊരു ടീച്ചറിന് 6 ക്ലാസ് എൻഗേജ് ചെയ്യുന്നു, അതൊരു ഭയങ്കര ഡിസ്പാരിറ്റി ഇൻ വർക്കാണ്. സോ അത് പാടില്ല. ടീച്ചേഴ്സിന് വർക്ക് ഈക്വൽ ആയിരിക്കണം, വർക്ക് ലോഡ് എന്ന് പറയുന്നത്. കുട്ടികൾക്കും അതുപോലെ ആയിരിക്കും. കുറച്ച് രാവിലെ ഫുള്ളും ഭയങ്കര ഈസി സബ്ജക്ട്സും ഉച്ച കഴിഞ്ഞ് ഫുള്ള് ഫിസിക്സ്, മാത്സ് അതുപോലുള്ള സബ്ജക്റ്റ് ഒക്കെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോഴത്തേനും കുട്ടികൾ അപ്പോഴത്തേനും ക്ഷീണം തുടങ്ങുന്ന സമയത്ത് ഇത് ഇങ്ങനത്തെ സബ്ജക്ട്സ് കൊടുക്കുക എന്ന് പറയുന്നത് കുട്ടികളോട് ചെയ്യുന്ന തെറ്റാണ്. സോ ടൈം ടേബിൾ കൺസ്ട്രക്ഷനിൽ ഇതായിരിക്കണം ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ജസ്റ്റിസ് ടുവേർഡ്സ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് റിക്രിയേഷൻ ആൻഡ് പ്ലേ. ലേണിങ്ങിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിക്രിയേഷനും പ്ലേ എന്ന് പറയുമ്പോഴത്തേനും. സോ അവിടെയാണ് നമ്മളുടെ PT പീരീഡ്, അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതിന് വേണ്ടിയിട്ടുള്ള അലോട്ട് ചെയ്യുന്ന ടൈമിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് അവിടെ ആണ്. എത്രത്തോളം ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പ്ലേയും റിക്രിയേഷനും. സോ അതിനും ഒരു പ്രത്യേക സ്ലോട്ട് കൊടുത്ത് വേണം ടൈം ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് റിക്രിയേഷൻ ആൻഡ് പ്ലേ. നെക്സ്റ്റ് വൺ ഇസ് പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി. നമുക്കറിയാം വെറൈറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ലേണിംഗ്. ഒരു 2 or more കോൺസിക്യൂട്ടീവ് പീരിയഡ്സിൽ ഒരേ സബ്ജക്റ്റ് പഠിക്കുന്നത് എത്ര മൊണോട്ടണിസം, എത്ര ബോറിങ്ങും ആണെന്ന് നമുക്കറിയാം.
അപ്പോൾ കുട്ടികൾക്ക് എൻഗേജിങ് ആയിട്ട് ടൈം ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല, 2 പീരിയഡ്സ് ഒരുമിച്ച്. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ബോത്ത് ഫോർ ദ സ്റ്റുഡൻസ് ആൻഡ് ദ ടീച്ചേഴ്സ്. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല, വെറൈറ്റി കൊണ്ടുവരണം. ഒരു സബ്ജക്റ്റ് മേ ബി ഫസ്റ്റ് പീരിയഡ് ഫിസിക്സ് ആണെങ്കിൽ ദെൻ ഗോ ഫോർ എനി ലാംഗ്വേജ്, അങ്ങനെ വേണം ടൈം ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ. സോ ദിസ് ഇസ് മെൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഫറ്റീഗ്. ആദ്യം തന്നെ ഫറ്റീഗ് എന്താണെന്ന് പറയാം. ഫറ്റീഗ് ഇസ് ദാറ്റ് ഫീലിംഗ് ഓഫ് ഓവർ ടയർഡ്നെസ് ഓർ ദ ഫീലിംഗ് ദാറ്റ് വി ആർ എക്സോസ്റ്റഡ്. അതാണ് നമ്മൾ തളർന്നു എന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥയാണ് ഫറ്റീഗ് എന്ന് പറയുന്നത്. ഓരോ സബ്ജക്ട്സിന്റെ കേസിൽ വരുമ്പോൾ അങ്ങനെയാണ്. ചില സബ്ജക്ട്സ് നമുക്ക് ഭയങ്കര ഈസി ടു ഹാൻഡിൽ ആയിരിക്കും ആൻഡ് മറ്റു ചിലത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഫറ്റീഗ് ക്രിയേറ്റിംഗ് സബ്ജക്ട്സ്. അത് ഓരോ സ്റ്റുഡൻറ്റിനനുസരിച്ച് മാറും. ചിലർക്ക് മാത്സ് ആയിരിക്കും ഫറ്റീഗ് ക്രിയേറ്റിംഗ്, മറ്റുള്ളവർക്ക് സോഷ്യൽ സയൻസ് ആയിരിക്കും, മറ്റു പലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. സോ അങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ, സ്റ്റുഡൻറ് ടു സ്റ്റുഡൻറ് ചേഞ്ച് ചെയ്യുന്നതാണ് ഈ ഫറ്റീഗ് ക്രിയേറ്റിംഗ് സബ്ജക്ട്സ്. ഈ സ്റ്റഡീസിന്റെ ബേസിസിൽ പറയുമ്പം ഫറ്റീഗ് ക്രിയേറ്റിംഗ് സബ്ജക്ട്സ് പഠിപ്പിക്കാൻ ഏറ്റവും പറ്റിയത് ഫോർനൂൺ സെക്ഷനിൽ, രാവിലത്തെ സെക്ഷനിലെ സെക്കൻഡും തേർഡും പീരീഡും അതുപോലെ ഉച്ചക്കത്തെ സെക്കൻഡ് പീരീഡുമാണ് ഈ ഫറ്റീഗ് ക്രിയേറ്റിംഗ് സബ്ജക്ട്സ് പഠിപ്പിക്കാൻ പറ്റിയത്. ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫറ്റീഗ് ക്രിയേറ്റ് ചെയ്യാത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് മദർ ടങ് ആണ്. സോ നമ്മുടെ കേസിൽ മലയാളമാണ് ഫറ്റീഗ് ക്രിയേറ്റ് ചെയ്യാത്തത്, ബാക്കിയെല്ലാം ഫറ്റീഗ് ക്രിയേറ്റിംഗ് ആണ്. സോ എല്ലാം കൂടെ ഈ ടൈം പീരീഡിൽ മാത്രം പറ്റില്ലല്ലോ. സോ ഈ എന്തിൻ്റെങ്കിലും മറ്റ് പല ക്രൈറ്റീരിയയുടെയും ബേസ് ചെയ്തിട്ടാണ് ഈ സെക്കൻഡ് പീരീഡ് ആണോ തേർഡ് പീരീഡ് ആണോ ഉച്ച കഴിഞ്ഞുള്ള സെക്കൻഡ് പീരീഡ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടൈം ടേബിൾ പ്രൊഫഷണൽസ് സെറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരിക്കലും മാത്തമാറ്റിക്സും സയൻസ് സബ്ജക്ട്സും ഒന്നും ഉച്ചയ്ക്ക് ശേഷം ഇടരുത്. കാരണം കുട്ടികൾക്ക് അപ്പോഴത്തേനും ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ട് ക്ഷീണമുണ്ടാവും. അപ്പോൾ ഇത് തീരെയും കുട്ടികൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഫറ്റീഗ് ക്രിയേറ്റിംഗ് സബ്ജക്ട്സ് ഈ പറഞ്ഞ പോലെ രാവിലത്തെ സെക്കൻഡും തേർഡ് പീരീഡും അങ്ങനെ ഷഫിൾ ചെയ്തൊക്കെ ഇട്ടാണ് സാധാരണ നമുക്ക് സ്കൂളിലെ ടൈം ടേബിൾ കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതാണ് ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫറ്റീഗ്. ഇത്രയുമാണ് ടൈം ടേബിൾ കൺസ്ട്രക്ഷനിൽ ഫോളോ ചെയ്യുന്ന കുറേ പ്രിൻസിപ്പിൾസ്. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ഉണ്ട്, അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് മാസ്റ്റർ ടൈം ടേബിൾ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതായിരിക്കും ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടൈം ടേബിൾ. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് ആൻഡ് കറക്റ്റ് പിക്ചർ ഓഫ് എൻറ്റയർ ക്ലാസ് പ്രോഗ്രാം. ഒരു സ്കൂളിലെ എല്ലാ പ്രോഗ്രാംസിൻ്റെയും ടൈം ടേബിൾ സ്കെഡ്യൂളാണത്. ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ടൈം ടേബിൾ ഓഫ് ഓൾ ദ ക്ലാസ്സസ് ഇൻ ദ സ്കൂൾ. സ്കൂളിലെ എല്ലാ ക്ലാസ്സസിൻ്റെയും ഉണ്ടാവും. അതുപോലെ തന്നെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാതെ ആരുടെ കൈവശമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് വിൽ ബി കെപ്റ്റ് ബൈ ദ പ്രിൻസിപ്പൽ in order to supervise the teacher and student activities. അടുത്തത് ക്ലാസ് വൈസ് ടൈം ടേബിൾ. അത് ഓരോ ക്ലാസ്സിൻ്റെയും, അത് കുട്ടികളുടെ കയ്യിലും കാണും ടീച്ചേഴ്സിൻ്റെ കയ്യിലും കാണും. അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ ബ്രേക്ക് എപ്പോഴാണ്, ലഞ്ച് ബ്രേക്ക് എപ്പോഴാണ്, ഓരോ ഫ്രീ പീരീഡ് എപ്പോഴാണ്, അതെല്ലാം കാണിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ കയ്യിലുള്ളതാണ് ക്ലാസ് ടൈം ടേബിൾ. അടുത്തത് ടീച്ചർ വൈസ് ടൈം ടേബിൾ. ആ ഫോക്കസ് ടീച്ചേഴ്സിലായിരിക്കും. ആ ടൈം ടേബിളിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്, ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആയിരിക്കും. ഒരു ടീച്ചറിന് ഒരു വീക്കിൽ പഠിപ്പിക്കേണ്ടുന്ന ഏതൊക്കെ ക്ലാസ് ഉണ്ട് അതിൻ്റെ ഒരു ഓവർവ്യൂ ആയിരിക്കും ആ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദ ടീച്ചേഴ്സ് ആസ് ഇറ്റ് ഇൻഡിക്കേറ്റ് വെയർ ഹി ഓർ ഷീ വിൽ ബി ടീച്ചിങ് എ സബ്ജക്ട്. ഏത് ക്ലാസ് ആണെന്ന് അറിയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത് ടീച്ചേഴ്സിന് ഹെൽപ്ഫുൾ ആണ്. അടുത്തതാണ് വേക്കൻറ്റ് പീരിയഡ് ടൈം ടേബിൾ. ഇറ്റ് ഷോസ് ദ ഫ്രീ പീരിയഡ്സ് ഓഫ് ഓൾ ദ ടീച്ചേഴ്സ്. എല്ലാ ടീച്ചേഴ്സിനെയും ഫ്രീ പീരിയഡ്സിൻ്റെ ഒരു ടൈം ടേബിൾ ആയിരിക്കും ഇത്. അത് പ്രിൻസിപ്പലിൻ്റെ കയ്യിലും പിന്നെ അതുപോലെ തന്നെ ഈ ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫിൻ്റെ സീനിയർ ടീച്ചറിൻ്റെ കയ്യിലൊക്കെ ഉണ്ടാവും. സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേക്കൻറ്റ് പീരിയഡ് ടൈം ടേബിൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടീച്ചർ വന്നില്ല, അപ്പോൾ ആ ടീച്ചർ ഏത് ക്ലാസ് ആണോ എൻഗേജ് ചെയ്യേണ്ടുന്നത് അന്നേരം ഏത് ടീച്ചർ ഫ്രീ ആയിട്ടുണ്ടോ ആ ടീച്ചറിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് ഈ വേക്കൻറ്റ് പീരിയഡ് ടൈം ടേബിൾ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തതാണ് ഗെയിംസ് ടൈം ടേബിൾ. അപ്പോൾ ഒരു സ്കൂളിലെ ഫുൾ ക്ലാസ്സിൻ്റെയും ഏത് പീരിയഡ് ആണ് ഓരോ ക്ലാസ്സിനും ഗെയിംസ് അലോട്ട് ചെയ്തിട്ടുള്ളത്, അതാണ് ഗെയിംസ് ടൈം ടേബിളിലുള്ളത്. അടുത്തത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ടൈം ടേബിൾ. അതിൽ എന്തായിരിക്കും കാണിക്കുന്നത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. ആ സ്കൂളിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, ആ ടീച്ചർ ഏത് ടീച്ചറാണ് അതിൻ്റെ ഇൻചാർജ്, അതുപോലെ തന്നെ ഏത് ക്ലാസ്സിലെ കുട്ടികൾക്ക് എപ്പോഴാണ് അത് അലോട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കാണിക്കുന്നതാണ് ഈ ടൈം ടേബിൾ. അത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.